കോൺക്ലേവ് 3-4 ദിവസത്തിനോളം ഉള്ളിലുണ്ടാകുമെന്നുള്ളതാണ്. അതിൽ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കും. ഇന്ത്യയിൽ നിന്ന് പ്രധാനമായും വോട്ടവകാശമുള്ളത് കർദിനാൾ ക്ലിമിസ് ബാവ, കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് എന്നിവർക്കും, ഒപ്പം ഹൈദരാബാദ് ആർച്ച് ബിഷപ്പിന്, ഗോവ ആർച്ച് ബിഷപ്പ് എന്നിവർക്കടക്കം വോട്ടവകാശമുണ്ടാകും. ടോം കുര്യാക്കോസ് തുടരുന്നുണ്ട്. ടോം, കർദിനാൾ ക്ലിമിസ് വത്തിക്കാനിലേക്ക് നാളെ പോകുമെന്നാണ് മനസ്സിലാകുന്നത്. മറ്റ് 4 കർദിനാൾമാർ ഇതടക്കം ചടങ്ങിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? തീർച്ചയായും രഞ്ജിത്ത്, കാരണം കേരളത്തിൽ നിന്നുള്ള കർദിനാൾമാർ നിലവിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയും വലിയ അടുപ്പമുണ്ടായിരുന്ന കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയും ക്ലീമിസ് ബാവയും നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. മാർപ്പാപ്പയുമായിട്ടുള്ള അവരുടെ ആ ഒരു ബന്ധത്തെക്കുറിച്ചും സഭയെ അവർ നയിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിച്ചിരുന്നു. ഈ 2 പേരും, കേരളത്തിൽ നിന്ന് 2 കർദിനാൾമാരും, ഇതോടൊപ്പം കൂവക്കാട് കർദിനാൾ ജോർജ് കൂവക്കാടും, അദ്ദേഹം നിലവിൽ വത്തിക്കാനിൽ തന്നെയാണുള്ളത്. ഈ 3 പേരും അദ്ദേഹത്തിന്റെ സംസ്കാര ശുശ്രൂഷകളിലൊക്കെ കാർമ്മികത്വം വഹിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിന് ശേഷമായിരിക്കും മാർപ്പാപ്പയുടെ പിൻഗാമി ആരെന്ന് സംബന്ധിച്ചുള്ള മറ്റ് ചടങ്ങുകളൊക്കെ നടക്കുക. അതിനുവേണ്ടിയുള്ള പ്രത്യേക കോൺക്ലേവ് നടക്കുന്നുണ്ട്, അതായത് സിനഡ് നടക്കുന്നുണ്ട്. ഈ സിനഡിലായിരിക്കും പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുക. അതിനായി നിലവില് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി, അദ്ദേഹത്തിന് ഇന്നലെ 80 വയസ്സ് പൂർത്തിയായതിനാൽ അദ്ദേഹത്തിന് വോട്ടിനുള്ള അവകാശമില്ല. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം ഈ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, കാർമ്മികത്വം വഹിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പല ആർച്ച് ബിഷപ്പ്മാരും, മേജർ ആർച്ച് ബിഷപ്പ്മാരും ഈ ചടങ്ങിൽ സംസ്കാര ശുശ്രൂഷകളടക്കം പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും കേരള സഭയുമായി, ഭാരത സഭയുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ വലിയ ബന്ധം സ്ഥാപിച്ചിരുന്നു. പ്രത്യേകിച്ചും പൗരസ്ത്യ സഭകൾക്ക് അതിൻ്റെതായ സ്വത്വത്തിൽ തന്നെ നിലനിൽക്കാം എന്ന ഒരു സന്ദേശമായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പ്രത്യേകിച്ചും വിശുദ്ധ കുർബാനയുടെ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വന്ന ആ പാരമ്പര്യവും അനുസരിച്ച്, അതായത് പൗരസ്ത്യ സഭകൾക്ക് അതിൻ്റെതായ പാരമ്പര്യം അനുസരിച്ച് മുന്നോട്ട് പോകാം എന്ന നിലപാട് സ്വീകരിച്ച വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അങ്ങനെ കേരളത്തിലെ സീറോ മലബാർ സഭ, സീറോ മലങ്കര സഭ ഉൾപ്പെടെയുള്ള സഭകളുമായി അവരുടേതായ അവകാശങ്ങളിൽ തന്നെ, അവരുടേതായ ആ പാരമ്പര്യത്തിൽ തന്നെ മുന്നോട്ട് പോകാമെന്നായിരുന്നു മാർപ്പാപ്പ മുന്നോട്ട് വെച്ച ആശയം, സന്ദേശം അതായിരുന്നു. മാത്രമല്ല, നേരത്തെ ഫാദർ ഫിലിപ്പ് കവി, കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ആർക്കും ഇഷ്ടപ്പെടുന്ന, അതായത് ഒരു ആഗോള കത്തോലിക്ക സഭയുടെ തലവനാണെങ്കിൽ, ക്രൈസ്തവ സഭയുടെ തലവനാണെങ്കിൽ പോലും ഇതര മതവിഭാഗങ്ങൾക്ക്, ഏതൊരു മനുഷ്യ സ്നേഹിക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം മാർപ്പാപ്പയായ ആ കാലയളവിൽ ഉൾപ്പെടെ സ്വീകരിച്ചു പോകുന്ന നിലപാടുകൾ, പ്രത്യേകിച്ചും ജെസ്യൂട്ട് സഭയുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജെസ്യൂട്ട് സഭയിൽ നിന്നുള്ള അംഗമായിരുന്നു. ജെസ്യൂട്ട് സഭയുടെ പ്രത്യേകത പോലും ഒരു ദാരിദ്ര്യവ്രതത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വൈദിക സമൂഹമാണ്, ഒരു പുരോഹിത സമൂഹമാണ്. ജെസ്യൂട്ട് സഭയിൽ നിന്നും ഈ ജോർജ് ബെർഗോളിയോ, അദ്ദേഹം മാർപ്പാപ്പയായി ചുമതലയേറ്റ ശേഷം സഭയിൽ വരുത്തിയ നിരവധിയായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. അന്ന് ചില അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളൊക്കെ പലപ്പോഴും വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. കാരണം കത്തോലിക്ക സഭ എന്ന് പറയുമ്പോൾ ഒരു പരിധിവരെയും ഒരു യാഥാസ്ഥിതിക കാഴ്ചപ്പാടോടുകൂടി പാരമ്പര്യങ്ങൾ മുന്നിൽ നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസി സമൂഹമാണെങ്കിൽ അതിനൊക്കെ മാറ്റം വേണമെന്ന നിലപാട് സ്വീകരിച്ച ഒരു ഘട്ടത്തിൽ സ്ത്രീകളുടെ പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ വന്നപ്പോഴും അത് കത്തോലിക്ക സഭയിൽ നടപ്പാക്കുക എന്ന് പറയാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പോലും ഈ കാലയളവിലാണ് മുന്നോട്ട് വന്നത്. മാത്രമല്ല, LGBTQ സമൂഹത്തോട് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ച നിലപാടേറെ ശ്രദ്ധേയമായിരുന്നു. കാരണം അവരെയും ഉൾക്കൊള്ളാം, അവരും LGBT സമൂഹവും ദൈവത്തിന്റെ മക്കളാണ് എന്ന ഒരു വിശാലമായിട്ടുള്ള ഒരു ആശയമാണ്, വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടാണ് അദ്ദേഹം തുറന്നു വെച്ചത്. അവരുടെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിലൊക്കെ അദ്ദേഹം സ്വീകരിച്ച നിലപാട് പിന്നീട് വിമർശനങ്ങൾക്ക് വഴിവെച്ചെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നിന്ന് ഒരു കാരണവശാലും പിന്നോട്ട് പോയില്ല. അതോടൊപ്പം ഈ അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാട്, ഒരു ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലും വിമർശിക്കുന്ന ഒരു നിലപാട് പോലും അദ്ദേഹം സ്വീകരിച്ചാണ്, ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ചാണ്. അതിന്റെ കാരണം ഈ അഭയാർത്ഥികളെ ഒരു കാരണവശാലും മാറ്റി നിർത്താൻ പാടില്ല, ഒരു രാജ്യത്തിൽ നിന്നും കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. കാരണം അദ്ദേഹത്തിന്റെ
ഒരു പാരമ്പര്യം പോലും അതാണ്. കാരണം ഇറ്റലിയിൽ നിന്നുള്ള ഒരു കുടുംബമായി, ഇറ്റലിയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലം ഇറ്റലിയിൽ നിന്നുള്ള കുടുംബമാണ്. പിന്നീട് ചില പ്രശ്നങ്ങൾ കാരണം അർജന്റീനയിലേക്ക് കുടിയേറി പാർക്കുന്ന ആയിരുന്നു അദ്ദേഹത്തിന്റെ തലമുറകള്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പ അങ്ങനെ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം സ്വീകരിച്ചത്. ഈ അഭയാർത്ഥികളോടും മാറ്റി നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്ന വിഭാഗത്തോടും കരുണ കാണിക്കണം, ഒരു മനുഷ്യത്വപരമായ നിലപാട് സ്വീകരിക്കണം എന്നായിരുന്നു അദ്ദേഹം കത്തോലിക്ക സഭയിലെ പുരോഹിത വർഗത്തോടും സഭയുടെ നേതൃത്വത്തോടും അദ്ദേഹം തുറന്നു പറഞ്ഞത്. അത് ചില ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തെ വിമർശിച്ച പല കാര്യങ്ങളുമുണ്ട്, അദ്ദേഹത്തിന് വിമർശനം ഏൽക്കേണ്ടി വന്ന പല കാര്യങ്ങളുമുണ്ട്. പ്രത്യേകിച്ചും ഈ ലൈംഗിക പീഡനങ്ങളിൽ പ്രതിയായ അല്ലെങ്കിൽ ആരോപണ വിധേയരായ കർദിനാൾമാരെ, പുരോഹിതരെ, ബിഷപ്പ്മാരെയൊക്കെ ആ ചുമതലകളിൽ നിന്നും നീക്കിയ സുപ്രധാനമായ തീരുമാനങ്ങളൊക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലയളവിലാണ് ഉണ്ടായത്. അതോടൊപ്പം വത്തിക്കാനില് സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരുന്നതിൽ അദ്ദേഹം നിർണായകമായി പങ്കുവഹിച്ചു. ഒരു സാമ്പത്തിക ആരോപണം നേരിട്ട ആർച്ച് ബിഷപ്പിനെ ആ സ്ഥാനത്ത് നിന്നും ചുമതലയിൽ നിന്നും നീക്കിയ സാഹചര്യം, പ്രത്യേകിച്ച് ഇറ്റലിയിൽ നിന്നുള്ള ഒരു ആർച്ച് ബിഷപ്പായിരുന്നു. അദ്ദേഹത്തെ നീക്കിയപ്പോൾ ഒരു വലിയ വിഭാഗം ബിഷപ്പുമാരും ആർച്ച് ബിഷപ്പുമാരും അതിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയെങ്കിൽ പോലും അദ്ദേഹം തീരുമാനത്തിൽ നിന്നും ഒരു കാരണവശാലും പിന്നോട്ട് പോയില്ല. അങ്ങനെ സഭയില് ഒരു നവോത്ഥാന പക്ഷത്ത് നിന്ന സഭയില് പരമ്പരാഗതമായ യാഥാസ്ഥിതിക കാഴ്ചപ്പാടോട് മുന്നോട്ട് പോകുന്ന കത്തോലിക്ക സഭയില് ഈ നവോത്ഥാനം, അതായത് ഒരു മാറ്റങ്ങൾക്ക് വഴി തുറന്ന ഒരു ഭരണ തലവനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അതുകൊണ്ട് തന്നെയാണ് എല്ലാ മനുഷ്യരും, മനുഷ്യസ്നേഹികള് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത്രയധികം സ്നേഹിക്കാനുള്ള ഒരു കാരണവും. മാത്രമല്ല ഇതര മതവിഭാഗങ്ങളുമായി അദ്ദേഹം ഒരു സ്നേഹത്തിന്റെ പാത അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ഒരു വാതിൽ തുറന്ന് ഇടുന്നു, ഒരു ചർച്ചകൾക്ക് വാതിൽ തുറന്നിടുന്നു. അദ്ദേഹം അബുദാബിയിൽ ചെന്നപ്പോൾ മുസ്ലിം മതപണ്ഡിതരുമായി നടത്തിയ കൂടിക്കാഴ്ച അത് ഒരു പരിധിവരെയും യാഥാസ്ഥിതികരായിട്ടുള്ള കർദിനാൾമാരിലും ആർച്ച് ബിഷപ്പ്മാരിലൊക്കെ വലിയ രീതിയിൽ ഒരു മുറുമുറുപ്പുണ്ടാക്കിയെങ്കിൽ പോലും അദ്ദേഹം വീണ്ടും ഇതേ രീതിയിൽ വത്തിക്കാനിലേക്ക് വരെ ഇവരെയൊക്കെ സ്വാഗതം ചെയ്യുന്ന ഇതര മതവിഭാഗത്തിൽപ്പെട്ട മതപണ്ഡിതരെ അല്ലെങ്കിൽ സമുദായ നേതാക്കന്മാരെ സ്വീകരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായതാണ്. നമുക്കറിയാം കർദിനാൾ കൂവക്കാടിന്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട അന്ന് കേരളത്തിൽ നിന്നുള്ള ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ട സമുദായ നേതാക്കന്മാരൊക്കെ അവിടുത്തെ ആ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തതാണ്. അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു സമീപനമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ. രഞ്ജിത്ത്, തീർച്ചയായും ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ്. 11 മണിയോടെ ഇന്ന് രാവിലെ 7:35, അതായത് ഇന്ത്യൻ സമയം 11 മണിക്ക് ശേഷമാണ് കാലം ചെയ്ത് സംഭവിച്ചത് എന്നുള്ളതാണ്. ന്യൂമോണിയ ബാധിതനായി ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ 38 ദിവസം അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. പിന്നീട് അദ്ദേഹം 23-ന് തിരിച്ചെത്തി. പിന്നീട് ആരോഗ്യത്തോടുകൂടി വിശ്വാസികളുമായി സംസാരിക്കുകയും മറ്റും ചെയ്ത പശ്ചാത്തലം ഉണ്ടായി. വളരെ ദുഃഖകരമായ വാർത്ത ആഗോള സഭയ്ക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പ്രമുഖർ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട നിരവധി പ്രമുഖർ അദ്ദേഹത്തെ അനുസ്മരിച്ചു. അവരുടെ വാക്കുകളിലേക്ക്. വാക്കുകൾ കൊണ്ട്